നമസ്കാരം. ചടയമംഗലത്ത് ദേശീയ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ചടയമംഗലം KSRTC ഡിപ്പോയിൽ 60ഓളം ജീവനക്കാരാണ് രജിസ്റ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത്. KSRTCയുടെ സർവീസുകളൊന്നും തന്നെ ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തുന്നില്ല. പന്തളത്ത് നിന്നും കുമളിയിൽ നിന്നും 2 KSRTC ബസ്സുകളാണ് ചടയമംഗലത്ത് എത്തിയത്. ഇതിൽ യാത്രക്കാരുള്ളതിനാൽ പോലീസ് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ ബസ് വിട്ടയക്കുകയായിരുന്നു. KSRTC ഡിപ്പോയുടെ എൻട്രികൾ കയറ് കെട്ടി തിരിച്ച് അത് അടച്ചിരിക്കുകയാണ് സമരാനുകൂലികൾ. എന്നാൽ യാതൊരുവിധമായ അനിഷ്ട സംഭവങ്ങളും ചടയമംഗലത്ത് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഘടനയുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ നേതാക്കളെല്ലാം തന്നെ ചടയമംഗലത്ത് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ചടയമംഗലത്ത് കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 3:45 KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടാൻ തുടങ്ങി. നമ്മുടെ സഖാക്കൾ അതെല്ലാം ഒരു ബസ്സും ഇവിടുന്ന് പോകാത്ത രീതിയിൽ, അതോടൊപ്പം തന്നെ അത്യാവശ്യം ഹോസ്പിറ്റലിൽ വിവാഹം ഉൾപ്പെടെ ഉള്ളവരെ നമ്മൾ കൃത്യമായി അവരെ പറഞ്ഞുവിടുകയും ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം ഇവിടെ തടഞ്ഞിടുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ജനങ്ങളെല്ലാം നല്ലതുപോലെയാണ് ഈ സമരത്തോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഇത് ഇന്ത്യയിൽ വ്യാപകമായുള്ള ഒരു പണിമുടക്ക്. ഇതിൽ തൊഴിലാളികൾ മാത്രമല്ല, കച്ചവടക്കാർ, അതുപോലെ കൃഷിക്കാർ, തൊഴിലുറപ്പുകാർ, ഈ രാജ്യത്തെ വ്യാപകമായി എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഇതിനോട് പൂർണ്ണമായി സഹകരിക്കും. ഇന്ന് ഇതുവരെയായിട്ട് ഒരു പീടിക തുറക്കുകയോ ഒരു വാഹനങ്ങൾ കടന്നു പോവുകയോ ഇവിടെ ചെയ്തിട്ടില്ല. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഈ ജീവൻ മരണ പോരാട്ടം എന്ന് പറയാൻ കാരണം, പുതുതായിട്ട് വരുന്ന തൊഴിൽ കോഡിൽ ഈ തൊഴിലാളി ദ്രോഹ നയങ്ങളുടെ ഒരു കൂമ്പാരമാണ്. 100 തൊഴിലാളികളിൽ താഴെയുള്ള മേഖലകളിൽ യൂണിയൻ പാടില്ല. യൂണിയൻ്റേതായ ഒരു കത്ത് കൊടുത്താൽ കത്ത് കൊടുത്തവന് പോലെയും വൃത്തിയാക്കി കേസെടുക്കാൻ കഴിയും. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കഴിയത്തില്ല. ഒരു ബന്ധിതമായ ഒരു സംവിധാനമാണ്. ഇതിനെതിരെയാണ് ശക്തമായ ഈ പ്രചരണം. ഇന്നത്തെ രാവിലത്തെ 4-4:30 തൊട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ സ്ഥിതി കണ്ടാൽ കേരളം സ്തംഭിച്ചിരിക്കുകയാണ്. ആശുപത്രിയിലേക്ക് പോകുന്നവരെയും മറ്റും ഞങ്ങൾ തടയാറില്ല. സുഗമമായി പോകാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കി. ബാക്കി ഒരു സംവിധാനത്തെയും തുറന്നു പ്രവർത്തിക്കുവാനോ മുന്നോട്ട് പോകുവാനോ ഈ സമരത്തിലൂടെ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ തൊഴിലാളികളെ ദ്രോഹിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഈ നടപടിക്കെതിരെ എത്രയും സമരം ചെയ്യാൻ ഈ നാട്ടിലെ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും വ്യാപാരികളും എല്ലാം തയ്യാറാണ്. ഇത് വിജയിപ്പിക്കണമെന്ന് മാത്രമേ നാട്ടുകാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാം. ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇന്ത്യയെ പരിശോധിക്കുന്ന വിഷയങ്ങൾ, അത് നമ്മുടെ ഘടകങ്ങൾക്കൊന്നും പറയേണ്ട വിഷയങ്ങളല്ല. ഡയസ്നോൺ സ്വാഭാവികമായി എല്ലാ തരത്തിലും എല്ലാ കണക്കിലും അത് കോടതിയുടെ കൂടി KSRTC മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്കടക്കം ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡയസ്നോൺ. ഒരിക്കലും സമരം ഒരു ജനം ഏറ്റെടുത്തൊരു സമരമാണ്. ഈ പണിമുടക്കിന്റെ പ്രാധാന്യം തന്നെ ജനത്തിന്റെ മനസ്സിലേക്ക് എത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനം ഏറ്റെടുത്ത സമരമാണ്. അതിന് തടയാനൊന്നും കഴിയുന്ന സാഹചര്യം. ഇതിന്റെ തുടക്കം ആദ്യ മണിക്ക് കഴിഞ്ഞ രാത്രി മുതലാണ് ആരംഭിച്ചതിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എങ്ങനെ സമരം ഒരു വിജയഘട്ടത്തിലേക്ക് എത്തുന്നത്? അത് തന്നെ സൂചിപ്പിച്ചു. ചടയമംഗലത്തെ സംബന്ധിച്ച് ഈ പണിമുടക്ക് സമ്പൂർണ്ണമാണ്. എല്ലാവരും ഞങ്ങളുടെ അടുത്ത് സ്വമേധയെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രവർത്തകരടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അത് സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ ട്രേഡ് യൂണിയനിലെ നേതാക്കന്മാരടക്കം ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലം CPIയുടെ മണ്ഡലം സെക്രട്ടറി ശ്രീ ഹരിവി നായർ ഉണ്ട്. അതോടൊപ്പം തന്നെ LC സെക്രട്ടറി ശ്രീ അജയ്കുമാറുണ്ട്. അതുപോലെ AIYFൻ്റെ സെക്രട്ടറി യുവജന സംഘടനയിലെ സെക്രട്ടറി പ്രസിഡന്റ് ശ്രീ വിഷ്ണുരാജ് MR വിഷ്ണുരാജ് ഒക്കെ തന്നെ എല്ലാ നേതൃത്വവും തന്നെ ചടയമംഗലത്ത് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ചടയമംഗലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചടയമംഗലം KSRTC നിന്നുള്ള
കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരും അവർ ഇന്ന് ഡ്യൂട്ടിക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ യൂണിയനുകളുടെ സമ്മർദ്ദം മൂലം ഇന്ന് ചടയമംഗലത്ത് നിന്ന് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഒരു സർവീസ് നടത്താൻ കഴിഞ്ഞില്ല. സാധാരണ 4:45 4:40 തന്നെയാണ് രാവിലത്തെ ഷെഡ്യൂളിൽ ആരംഭിച്ചു തുടങ്ങുന്നത്. പക്ഷേ